നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. നോമ്പ് മാസം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് നിർത്താൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഡയറ്റും റംസാനുമായിട്ട് കൂട്ടിക്കുഴക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സാധാരണ എല്ലാ കുടുംബങ്ങളിലും കണ്ടുവരുന്നൊരു കാര്യമാണ്. ലേഡീസ് മിക്കവാറും തന്നെ അടുക്കളയിലായിരിക്കും അല്ലേ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവർ പാചകത്തിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. വീട്ടിലുള്ള ബാക്കിയുള്ള അംഗങ്ങൾക്കൊക്കെ ഭക്ഷണം ഒരുക്കുകയും അതുപോലെ തന്നെ ഒരു റെസ്റ്റ് ഇല്ലാത്ത പണിയായിരിക്കും അവർക്ക്. വൈകിട്ടാകുമ്പോൾ ടേബിൾ മുഴുവനായിട്ട് പല തരത്തിലുള്ള വിഭവങ്ങൾ നിരത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണോ നമുക്ക് പറഞ്ഞിരിക്കുന്നത്? ഒരിക്കലും അങ്ങനെയല്ല. നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു നിയന്ത്രണമാണ് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട്. മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുക. എല്ലാ മനുഷ്യർക്കും ഓരോ ദുസ്വഭാവങ്ങൾ ഉണ്ടാവും അല്ലെ, ആരും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. അപ്പോൾ ഈ ദുസ്വഭാവങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാസം കൂടെയാട്ടോ ഈ മാസം കഴിയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ അച്ചിലിട്ട് വാർത്ത് പുതിയൊരു രൂപം ഉണ്ടാക്കുന്ന അത്ര അധികം മാറിയിട്ടുണ്ടാവണം. അങ്ങനെ വേണം ചെയ്യാനായിട്ട്. നോമ്പ് അനുഷ്ഠിക്കുന്നവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. പക്ഷേ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആസ് എ ഡയറ്റീഷ്യൻ ഞാൻ പറയുകയാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു 16 മണിക്കൂറോളം ഫാസ്റ്റിംഗ് എടുക്കാം, വെള്ളം പോലും കുടിക്കാതെ കണ്ടിന്യൂസ് ഫാസ്റ്റിംഗ് എടുക്കുക. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഹോർമോൺ നമുക്ക് ഏറ്റവും അധികം ഇമ്മ്യൂണിറ്റി നൽകുന്ന ഒരു ഹോർമോൺ കൂടിയാണ്. അപ്പം അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെയുണ്ട് ഈ ഫാസ്റ്റിങ്ങിന്. അതുകൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട് ഫാസ്റ്റിംഗ് എടുക്കാം. പിന്നെ ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുക, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അത്രയും നേരം വിശന്നിരുന്നിട്ട് രാത്രിയാകുമ്പോൾ ഉള്ള ഭക്ഷണമൊക്കെ സുബഹി വരെ വാരി വലിച്ച് കഴിക്കുക എന്നതല്ല ഈ മാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നോമ്പ് അനുഷ്ഠിക്കരുത്. നോമ്പിന് അതിൻ്റെതായ ഒരു മഹത്വമുണ്ട്. അതുകൂടാതെ തന്നെ ഭക്ഷണ നിയന്ത്രണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഭക്ഷണം നിയന്ത്രിച്ച് പോർഷൻ സൈസിൽ ക്വാണ്ടിറ്റി കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനും ഒരുപാട് ഉപകാരപ്പെടും. നോമ്പിൻ്റെ ഒരു സുപ്രധാന ഘടകം എന്ന് പറയുന്നത് അത്താഴമാണ് അല്ലേ. നോമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ കഴിക്കണ ആഹാര സാധനമാണ്. അത് നിർബന്ധമാണ് ഇസ്ലാമിൽ. കാരണം നമുക്ക് ഒരു ദിവസം വേണ്ട ഫുൾ എനർജി നൽകുന്നത് ഈ അത്താഴമാണ്. അതുകൊണ്ട് അത്താഴം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ക്ഷീണവും തളർച്ചയൊന്നും ഉണ്ടാവില്ല. പിന്നെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഭയങ്കര ചൂടുള്ള ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്താഴത്തിന് വെള്ളം നന്നായിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കൂടുതലും ഒരുപാട് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കാതിരിക്കുക. അതായത് എന്താ പറയുക, ചപ്പാത്തി, ഗോതമ്പിൻ്റെ ആഹാര സാധനങ്ങൾ, ഇതൊക്കെ ബോഡിക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും, വല്ലാത്ത ദാഹമായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിയുന്നത്ര ഒഴിവാക്കുക. അതുപോലെ ബ്രെഡ്, ബണ്ണ്, ബിസ്ക്കറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ, ഒരുപാട് മധുരമുള്ള ആഹാര സാധനങ്ങൾ, ചായ, കോഫി അത്താഴത്തിന് ഒഴിവാക്കുന്നത് തന്നെയാണ് എപ്പോഴും ബെറ്റർ. ജ്യൂസുകൾ മധുരം കുറച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓട്സ് നല്ലൊരു ഓപ്ഷനാണ്. ഓവർനൈറ്റ് ഓട്സ് യൂസ് ചെയ്യാം. ഓട്സിൽ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റാഗി നല്ലൊരു ഓപ്ഷനാണ്. വെറുതെ പാലിൽ കാച്ചിട്ട് റാഗി യൂസ് ചെയ്യാം. പാലെടുക്കുമ്പോൾ ലോ ഫാറ്റ് മിൽക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. കിച്ചടി നല്ലൊരു ഓപ്ഷനാണ് അത്താഴത്തിന് കഴിക്കാനായിട്ട്. അതായത് ചെറുപയർ പരിപ്പും ബസ്മതി റൈസും കൂടെ നന്നായിട്ട് വേവിച്ച് ഉടച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങളാണ് അത്താഴത്തിന് നല്ലത്. അല്ലാതെ ഗോതമ്പിൻ്റെ ആഹാര സാധനങ്ങൾ ഒട്ടും പാടില്ല കേട്ടോ. കാരണം ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെയാണ്. അരി യൂസ് ചെയ്യാൻ ചിലർ ചോറ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇടിയപ്പം, പത്തിരി ഇങ്ങനത്തെ ആഹാര സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ എന്തുപയോഗിച്ചാലും ക്വാണ്ടിറ്റി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് വാരി വലിച്ച് ഇപ്പോൾ ഒരു ദിവസം ഫുള്ള് ഫാസ്റ്റിംഗ് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എത്രയൊക്കെ നിങ്ങൾ കഴിച്ചാലും 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഡൈജഷൻ നടക്കും. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഓവറായിട്ട് കഴിച്ചിട്ടൊന്നും കാര്യമില്ല. അത്രയും കാലറി നിങ്ങൾക്ക് കൂട്ടാവുന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ കഴിക്കുമ്പോൾ ക്വാണ്ടിറ്റി ശ്രദ്ധിച്ചിട്ട് കഴിക്കാനായിട്ട് നോക്കാം. ഈ നോമ്പ് തുറക്കുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത്. ഈന്തപ്പഴം വെച്ചിട്ട്, ഡേറ്റ്സ് വെച്ചിട്ട് നോമ്പ് തുറക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലർ വെള്ളം കുടിച്ചതിന് ശേഷം ഡേറ്റ്സ് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഫസ്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് ഡേറ്റ്സ് ആയിരിക്കണം. കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എനർജിയാണ് ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട് ഡേറ്റ്സിൽ. ആൻറ്റി ഓക്സിഡൻസ് നന്നായിട്ടുണ്ട് ഡേറ്റ്സിൽ. അതുകൊണ്ട് തന്നെ ഡേറ്റ്സ് ഉപയോഗിച്ച് നോമ്പ് തുറക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം വെള്ളം കുടിക്കാം. ചായ ചിലർക്ക് നിർബന്ധമായിരിക്കും ഈ നോമ്പ് തുറന്ന ആ ടൈമിൽ. അങ്ങനെയുള്ളവർക്ക് ചായ യൂസ് ചെയ്യാം. പക്ഷേ മധുരം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ലതാവും.
മധുരം കംപ്ലീറ്റ് ഒഴിവാക്കുവാണെങ്കിൽ അത്രയും ബെറ്റർ ആട്ടോ നോമ്പിന്. കാരണം വെയിറ്റ് പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. നോമ്പ് തുറക്കുന്ന സമയത്ത് മിക്കവരും സ്നാക്സ് യൂസ് ചെയ്യാറുണ്ട്. പരമാവധി എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക. അതിന് പകരമായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. വാട്ടർമെലൺ യൂസ് ചെയ്യാം. അനാറ് നല്ല ഓപ്ഷനാണ്. പേരയ്ക്ക ഉപയോഗിക്കാം. മാംഗോ കിട്ടുവാണെങ്കിൽ ഉപയോഗിക്കാം. ആപ്പിൾ ഉപയോഗിക്കാം. ഇങ്ങനെ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്തോ അല്ലെങ്കിൽ എല്ലാ ഫ്രൂട്ട്സും മിക്സ്ഡ് ആയിട്ട് കട്ട് ചെയ്തോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം മഗ്‌രിബ് നമസ്കാരത്തിൻ്റെ ടൈമായി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് മെയിൻ ഫുഡ് കഴിക്കുക. പത്തിരിയോ ഇടിയപ്പോ പുട്ടോ അങ്ങനെ അരിയുടെ ആഹാര സാധനങ്ങളായിരിക്കും ആ സമയം കുറച്ച് ബെറ്റർ. ഗോതമ്പിൻ്റെ നോമ്പിന് കഴിയുന്നത്ര ഒഴിവാക്കുന്നതന്നെയാണ് നല്ലത്. കാരണം ഈ ദാഹം ഉള്ളത് കൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ വല്ലാത്ത ദാഹമായിരിക്കും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. വെള്ളം ഓവറായിട്ട് കുടിക്കുകയാണെങ്കിൽ ബ്ലോട്ടിങ് ഉണ്ടാവും, വേറെ ഫുഡൊന്നും കഴിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അരിയുടെ ഭക്ഷണം തന്നെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഈ ചോറ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മെയിൻ ഫുഡായിട്ട് ചോറും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കറി നോൺ വെജ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോൺ വെജ് ഉപയോഗിക്കാവുന്നതാണ്. ചിക്കനോ ബീഫോ മട്ടനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അതിനൊന്നും പ്രോബ്ലം ഇല്ല. എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. നോമ്പ് തുറക്കുന്ന ടൈമിൽ വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി തറാവീഹ് കഴിഞ്ഞ് വരുന്ന സമയത്ത് മിക്കവർക്കും വിശക്കില്ല. അപ്പോൾ ആ ടൈമിൽ വേണമെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഓട്സ് ഉപയോഗിക്കാം, റാഗി ഉപയോഗിക്കാം, കിച്ചടി ഉപയോഗിക്കാം. ഇനി മെയിൻ ഫുഡ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് തോന്നിയാൽ അതും ഉപയോഗിക്കാവുന്നതാണ്. അതിനൊന്നും പ്രോബ്ലം ഇല്ല. ഏത് സമയം ഭക്ഷണം കഴിച്ചാലും, ഇപ്പം നോമ്പ് തുറക്കുന്ന ടൈമിലാണെങ്കിലും അത്താഴത്തിൻ്റെ ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ തറാവീഹ് കഴിഞ്ഞിട്ടുള്ള ടൈമിലാണെങ്കിലും ഏത് സമയത്താണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിലും ക്വാണ്ടിറ്റി കുറച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. പലരും ചോദിക്കാറുണ്ട് നോമ്പിൻ്റെ ടൈമിൽ വർക്കൗട്ട് അലൗഡ് ആണോ എന്ന്. വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരുപാട് ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ട് ചെയ്യാതിരിക്കുക. വാക്കിംഗ് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കുറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള വർക്കൗട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ചെയ്താൽ മതിയാവും. കൂടുതൽ വർക്കൗട്ടിൻ്റെ ആവശ്യമില്ല ആ സമയത്ത്. കാരണം ബോഡി വല്ലാണ്ട് ടയേർഡാവും. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാം. ഇനി തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവർക്കാണെങ്കിൽ വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർക്കത് ബുദ്ധിമുട്ടുമായിരിക്കും, വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. അല്ലാത്തവർക്കാണെങ്കിൽ വർക്കൗട്ട് ഒരു ഹാഫ് ആൻ അവർ ചെയ്താൽ മെയിൻ ഫുഡ് നമ്മൾ കഴിക്കില്ലേ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സാലഡ്സ് യൂസ് ചെയ്യാം കേട്ടോ. കാരണം വെജിറ്റബിൾസ് അധികം വരുന്നില്ലല്ലോ. ഈ നോമ്പിൻ്റെ ടൈമിൽ മിക്കവരും വെജിറ്റബിൾസ് കുറവായിരിക്കും. അപ്പോൾ സാലഡ്സ് ആയിട്ട് ഏതെങ്കിലും സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ പയറുവർഗ്ഗങ്ങൾ ഏതെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വെള്ളക്കടല പുഴുങ്ങിയിട്ട് അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞ് ഇടാം. അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ്, ഇപ്പോൾ ആപ്പിളോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കുറച്ച് കട്ട് ചെയ്തിടാം. കുക്കുംബറോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾ, അതായത് റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കുക്കുംബർ, ക്യാരറ്റ് അങ്ങനെയുള്ള എന്തെങ്കിലും വെജിറ്റബിൾ കട്ട് ചെയ്തിടാം. ഇതിലേക്ക് പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്യാം. ഒരു നുള്ള റോക്ക് സോൾട്ട് ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്, ഇത് നല്ലൊരു ഓപ്ഷനാണ്. തറാവീഹ് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡാണിത്. അപ്പോൾ ഏകദേശം ഡയറ്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡൊന്നും പാടില്ല. ബ്രെഡ് ബിസ്ക്കറ്റ് ഇതുപോലെയുള്ള റിഫൈൻഡ് ഐറ്റംസ് ഒന്നും അധികം പാടില്ല. ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് ഒഴിവാക്കുക. മൈദ അധികം വേണ്ട കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സ്നാക്കിന് പകരമാണെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് അത് യൂസ് ചെയ്യാവുന്ന, എഗ്ഗ് നല്ല ഓപ്ഷനാണ്. അത് അത്താഴത്തിന് വേണമെങ്കിൽ കഴിക്കാം. എഗ്ഗ് പുഴുങ്ങിയിട്ട്, അതുപോലെ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചാലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വെയിറ്റ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ സമയം ഈ 1 മന്ത് പ്രാർത്ഥനയും ബാക്കിയുള്ള കാര്യങ്ങളും പോലെ തന്നെ ഭക്ഷണത്തിൽ എപ്പോഴും മിതത്വം പാലിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.